കേളകം പൊയ്യമലയിൽ പോത്തിനെ പുലി ആക്രമിച്ച സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ആശങ്കയൊഴിയാതെ പ്രദേശവാസികൾ. കശുമാവും റബ്ബറും ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനി മുൻപോട്ടുള്ള ജീവിതം വെല്ലുവിളി നിറഞ്ഞതാണ്. സംഭവസ്ഥലത്ത് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുവാനായിട്ടില്ല. നാളിതുവരെയായി യാതൊരു വന്യമൃഗശല്യവും ഇല്ലാതിരുന്ന ഈ പ്രദേശത്തെ ഇത്തരമൊരു സംഭവം ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് ഫാം ഉടമ കുരിശിങ്കൽ ജോർജും പ്രദേശവാസി മനോജ് പള്ളിക്കമാലിലും ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇതെപ്പോഴായിരുന്നു സംഭവം? മിനിയാന്ന് രാത്രി 8:30. അപ്പോ വീടിനടുത്ത് തന്നെയാണോ ഈ ഫാം വരുന്നത്? അല്ല, വീട് ഒരു 500 മീറ്റർ ദൂരെയാണ് എൻ്റെ. അപ്പൊ ഈ പോത്തുകൾ കരയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു? പോത്ത് കരയുന്ന ഇവിടെ അടുത്ത അപ്പുറത്തൊരു വീടുണ്ട്, അവരെ കേട്ടിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. ഞാൻ അന്നേരം വന്ന് നോക്കുമ്പോൾ 5 ഉള്ളൂ, ഒന്നിനെ കാണുന്നില്ല. അപ്പം അതിനെതിലെല്ലാം രാത്രി പരതിയിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ തിരിച്ചു പോയി, രാത്രിയല്ലേ. പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോഴാണ് പിന്നെ തിന്നിട്ട് ബാക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു? ഇന്നലെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അതെ, കൂട് ക്യാമറ മാത്രം വെക്കാന്ന് പറഞ്ഞപ്പം അത് പറ്റുകയില്ല, കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ ടാപ്പിങ്ങിന്, കാരണം രാത്രി 2 മണി മുതൽ പണിക്ക് വരുന്ന ആൾക്കാരാണ്. ഇവിടെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് ഇതിന് ചുറ്റും. എല്ലാവരും രാത്രി 2 മണി 3 മണിക്ക് പണിയെടുത്താലേ ഇത് തീരുള്ളൂ. അങ്ങനെ പണിയെടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു കൂട് സ്ഥാപിച്ച് ഇതിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൂട് വെച്ചിരിക്കുന്നത്. ഇപ്പം വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവർ രാവിലെ രാത്രി കാവലുണ്ടായിരുന്നു. ഇനി അവർ സന്ധ്യയ്ക്ക് വരും തുറന്നു വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇവിടം മുതൽ മുകളിലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി ആളുകൾ വൈകുന്നേര സമയങ്ങളിലും രാവിലെയും ഒക്കെയായിട്ട്, പകൽ സമയങ്ങളിലൊക്കെ ആയിട്ട് ടാപ്പിങ്ങിനൊക്കെ കൂടി ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഉണ്ടായ സംഭവം എല്ലാവരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം മൂലം റബ്ബർ ടാപ്പിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് റബ്ബർ ടാപ്പിങ്, കശുവണ്ടി പറക്കാനൊക്കെ ആയിട്ട് ആളുകൾക്ക് മലമുകളിലേക്കൊക്കെ പോകേണ്ടത്. ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടായത് ആളുകളെ വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഉപജീവന മാർഗമെന്ന നിലയിലാണ് ഈ കന്നാലിനെ വളർത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനം. അപ്പോൾ അതും ഇങ്ങനെ സംഭവിച്ച ഒരു അവസ്ഥയിൽ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കോറി വന്നതിന് ശേഷം ഒരു 30ഓളം കുടുംബങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അബാൻഡൻ്റായ കൃഷി സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് കാരണമായി വന്നത്. അപ്പോൾ മറ്റ് ചെറുമൃഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. അതിന് തിന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ വരുന്ന മറ്റ് മൃഗങ്ങളും. അങ്ങനെ കടുവ മാത്രമല്ല, അതിൻ്റെ താഴേക്കുള്ള സീരീസിൽപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിരന്തരമായിട്ട് ശല്യമുണ്ട്. കൃഷി ഇപ്പോൾ ഇവിടെയൊക്കെ വളരെയധികമായിട്ട് മറ്റേ കപ്പ, കാച്ചിൽ, ചേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒരു കൃഷി പോലും നിങ്ങൾ ഈ വഴിക്ക് കാണുന്നില്ലല്ലോ. കാരണം ഇതിൻ്റെ വന്യമൃഗശല്യം കാരണം ഇതൊന്നും കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രം ചർച്ചയാക്കപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് മലയോര മേഖലയിലെ ഇത്തരം വന്യമൃഗശല്യങ്ങൾ. കേവലം ഒരു വോട്ടിന് വേണ്ടി വാഗ്ദാനങ്ങൾ പലതും നൽകുന്നുണ്ടെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുവാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.